ഹിന്ദുത്വ അജണ്ടയെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷം കരുത്താർജിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ശ്രീകൃഷ്ണപുരം ബസ് സ്റ്റാൻഡിൽ നടന്ന LDF റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖ നേതാവാണെന്ന് അവകാശപ്പെടുന്ന രാഹുൽ ഗാന്ധിയുടെ നോമിനേഷൻ സമർപ്പണത്തിന് ഉപയോഗിച്ചില്ല. എന്താണെന്ന് അവർ തന്നെ പറഞ്ഞു, മാധ്യമങ്ങൾ പറഞ്ഞു. എന്തേ കാര്യം? കഴിഞ്ഞ പ്രാവശ്യം 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെയും അവിടെ പ്രബലമായ വിഭാഗം ലീഗാണ്. ഈ ലീഗിന്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അവരെ കൊടി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കൊടിയല്ല, ഒരു 1.5 കൊടിയാണ്, വലിയ സൈസ് കൊടിയാണ്. ആ വലിയ സൈസ് കൊടിയും കോൺഗ്രസിന്റെ കൊടിയും ഇങ്ങനെ വീശിയിട്ടാണ് നോമിനേഷൻ സമർപ്പിക്കാൻ വേണ്ടി പോയത്. ഈ സമർപ്പിച്ച് ഇതെല്ലാം ലോകവ്യാപകമായിട്ട് പണ്ടത്തെ പോലെയല്ലോ. ഇപ്പൊ ഈ നിമിഷം തന്നെ എല്ലാം അറിയല്ലോ ഇന്ത്യയിലാകെ. അപ്പോൾ വാർത്തയെല്ലാം എവിടെയും പോയി. അത് കാണേണ്ട താമസം BJPക്കാർ അപ്പോൾ തന്നെ പ്രചരണം ആരംഭിച്ചു. എന്താ പ്രചരണം? കോൺഗ്രസിന്റെ കൊടിയോടൊപ്പം പാകിസ്ഥാന്റെ കൊടിയും കെട്ടിയിരിക്കുകയാണ്. പാകിസ്ഥാന്റെ കൊടി കെട്ടി എന്നുള്ള വാർത്ത വന്നപ്പോൾ ഇത് ലീഗിന്റെ കൊടിയാണ് എന്ന് പറയാൻ ഈ കോൺഗ്രസിന് ആർജവം വേണ്ടേ? അതില്ല. അപ്പൊ അയ്യോ, നമുക്കെതിരായിട്ട് വ്യാപകമായ പ്രചാരവേല വന്നു എന്ന് പറയേണ്ട കാര്യം. അതുകൊണ്ട് ഇപ്രാവശ്യം അവരാദ്യം തന്നെ തീരുമാനിച്ചു, നമുക്കൊരു കാര്യം ചെയ്യാം, ലീഗിന്റെ കൊടി വേണ്ട. ലീഗിന്റെ കൊടി വേണ്ട എന്ന് വയനാട് തീരുമാനിച്ച പിന്നെ വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ പ്രബലമായ കക്ഷി ലീഗാണ്. അവിടെ കോൺഗ്രസ് ഒന്നും കയറിയിട്ടില്ല. ലീഗില്ലാതെ ആ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് ജയിക്കാനാവില്ല. അപ്പോൾ ലീഗുകാരെ വിഷമിപ്പിച്ചിട്ട് ലീഗിന്റെ കൂടി വേണ്ടെന്ന് പറയാൻ സാധിക്കുന്നില്ല. പിന്നെന്താ വഴി? RSS സംഘപരിവാർ ശക്തികളെ അധികാര കേന്ദ്രത്തിൽ നിന്ന് മാറ്റി നിർത്താൻ മൃദു ഹിന്ദുത്വ അജണ്ടയുമായി മുന്നോട്ടു പോകുന്ന കോൺഗ്രസിനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഒന്നും പറയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. T. സുനിൽ അധ്യക്ഷനായി. EN സുരേഷ് ബാബു, NN കൃഷ്ണദാസ്, KS അലീഖ, KP സുരേഷ് രാജ്, S. അജയ്കുമാർ, K. പ്രേംകുമാർ MLA, M. ഹംസ, P. അരവിന്ദാക്ഷൻ, K. സുരേഷ് എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം.